സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്തും സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആ പ്രവാചകരുടെ ജീവിതം നേരിട്ട് കണ്ട സ്വഹാബാക്കൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സ്വർഗം ലഭ്യമാക്കുവാനുള്ള മാനദണ്ഡം. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഇബാദത്തുകളും അതിൻ്റെ ചരിത്രങ്ങളും ഒട്ടേറെ പറയും. പ്രവാചകൻ അനുഷ്ഠിച്ചതും അനുഷ്ഠിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ സൽക്കർമ്മം എന്നുള്ള പേരിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അത് ജനങ്ങൾക്ക് ഏറെ കേൾക്കുവാനും അനുഷ്ഠിക്കുവാനും ഇമ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരിൽ അധികവും അമല് സ്വാലിഹാത്തുകളെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം ബിദ്അത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നില്ല. ബിദ്അത്ത് ചെയ്താലുണ്ടാകുന്ന ഗൗരവമേറിയ കാര്യം, അത് ഒരാളുടെ കർമ്മങ്ങളിൽ വന്നുകൂടുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ബാത്തുലായി പോകും എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ ബിദ്അത്തുകൾ കടന്നുകൂടുകയാണ്. കാരണം ബിദ്അത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളുടെ ചരിത്രം തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു വിശ്വാസ സമൂഹത്തിൽ പ്രവാചകരും സ്വഹാബാക്കളും അനുഷ്ഠിച്ചിരുന്ന സൽക്കർമ്മങ്ങളോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഇബാദത്തുകൾ സൽക്കർമ്മമായിട്ട് ആരെങ്കിലും ചെയ്താൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെ വിലക്കുമായിരുന്നു, അരുതേ എന്ന് പറയുമായിരുന്നു. സ്വഹാബാക്കൾ അതിൽ കാണിച്ച ശുഷ്കാന്തിയും അതിൻ്റെ ആത്മരോഷവുമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കിയത്. ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മദീനയിലെ ഇമാം എന്നുള്ള വിഖ്യാത നാമത്തിലായിരുന്നു മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അബ്ദല്ലാഹ് മിൻ ഐന ഉഹ്രിമ, ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മറുപടി, മിൻ ദിൽ ഹുലൈഫ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ഇഹ്റാം കെട്ടിയിരുന്ന ദിൽ ഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നാം മീഖാത്തായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ മനുഷ്യൻ മഹാനായ മാലിക് റഹ്മത്തുള്ളാഹിയോട് പറയുകയാണ്, ഇന്നി ഉരീദു അൻ ഉഹ്രിമ മിനൽ മസ്ജിദി മിൻ ഇൻദിൽ ഖബർ. അല്ലയോ ഇമാം അവറുകളെ, ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്നും അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖബറുകളിൽ നിന്നും അതിൻ്റെ സമീപത്ത് നിന്നുമാണ് ഞാൻ ഹജ്ജിന് പുറപ്പെടുന്നത്. ഞാൻ അവിടെ വെച്ചുകൊണ്ടാണ് ഇഹ്റാം കെട്ടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ മദീന പട്ടണത്തെ ഇമാം എന്നറിയപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രതികരണം, ലാ തഫഅൽ, നീ അപ്രകാരം ചെയ്യരുത്. ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, നിനക്കത് ഫിത്നയായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ ഇമാം അവർകളെ, വഅയ്യു ഫിത്നത്തും ഫി ഹാദാ, ഇതിലെന്താണ് ഫിത്ന?
ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഞാൻ പ്രവാചകർ ഇഹ്റാം ചെയ്ത സ്ഥലത്ത് നിന്നും കുറച്ച് കൂടുതൽ മൈലുകൾ കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് നിന്നാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എന്താണ് ഇമാം അവറുകളെ ഇതിൽ വന്ന ഫിത്ന എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, വഅയ്യു ഫിത്നത്തിൻ അഅലമു മിൻ അൻ തറ അന്നക സബഖത ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു തരാത്ത, കാണിച്ചു തരാത്ത ഒരു മഹത്വത്തെക്കുറിച്ചാണോ നീ എന്നെ പഠിപ്പിക്കുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആ ഇഹ്റാം കെട്ടേണ്ട സ്ഥലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇതിനേക്കാളും ഒരു ശ്രേഷ്ഠതയാണോ നീ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് അദ്ദേഹത്തിനെതിരെ ഓതുന്നത്. ഏതാണ് ആയത്ത്? 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് നൽകുന്ന ഒരു ആയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് പറയുകയാണ്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്ത ഒരു ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മുതിർന്ന ആ മനുഷ്യനോട് ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് എതിരായ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുസീബത്തുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ശക്തമായ മുന്നറിയിപ്പാണ്, വേദനയേറിയ ശിക്ഷയാണ് അവരെ പിടികൂടുക എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനെ തെര്യപ്പെടുത്തുകയാണ്. ആരാണ് ആ മനുഷ്യൻ? ഒരു ഫളല് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ, കുറച്ച് മൈലുകൾ കൂടുതൽ താണ്ടിക്കടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുവാൻ ഉദ്ദേശിച്ച ആ മനുഷ്യനോട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, പാടില്ല, ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് കാണിച്ചു തരാത്തതാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുസീബത്ത്, വേദനയേറിയ ശിക്ഷ നിന്നെ പിടികൂടുന്നത് നിനക്കിതാ മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് പറയുന്നത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. ഈ ആയത്തിനെ പല സ്വഹാബാക്കളും പല വിഷയങ്ങളിലും മറ്റുള്ളവർക്ക് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നാം പലവരും കേട്ട ഒരു സംഭവമാണ്. തമത്തുആയി ഹജ്ജ് ചെയ്യാവുന്ന ഒരു മസ്അല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യത്തെ സംബന്ധിച്ച് ഷാംകാരനായ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഹജ്ജ് ചെയ്യുവാനുള്ള അനുവാദമുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അതെ, അനുവാദമുണ്ട്. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറയുകയാണ്, ഇത് ഉമറും അബൂബക്കറും നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്ന മറുപടി, ഉറാഹും സയഹ്ലികൂന അഖൂലു നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂൽ നഹാ അബൂബക്കറും വഉമർ. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു എന്ന് നിന്നെ പഠിപ്പിക്കുമ്പോൾ നീ അബൂബക്കർ ചെയ്തത് നിരോധിച്ചിട്ടുണ്ട്, ഉമർ നിരോധിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയാണോ? മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വല്ലാഹി മാ അറാകും മുൻതഹീന ഹത്താ യുഅദ്ദിബുകുമുല്ലാഹ്. അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് വരെ ഇതിൽ നിന്നും വിരമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നുഹദ്ദിസുകും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ഹദീസ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ വതുഹദ്ദിസൂനനാ അൻ അബീബക്കർ വഉമർ, നിങ്ങൾ എന്നോട് ഉമർ ചെയ്തു അല്ലെങ്കിൽ അബീബക്കർ ചെയ്തു എന്ന് പറയുകയാണോ? ആകാശത്തിങ്കൽ നിന്നും അല്ലാഹുവിൻ്റെ ശിക്ഷ വരുന്നത് വരെ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറുകയില്ല. നിങ്ങൾക്ക് താക്കീതായി ഞാൻ ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് സൂറത്ത് നൂറിലെ നാം നേരത്തെ കേട്ട 63-ാമത്തെ ആയത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മറ്റേ ആൾക്കാരോട്, ഈ സംശയം ചോദിക്കുവാൻ വന്ന മനുഷ്യരോട് പറയുന്നതായി മുസ്നദ് അഹ്മദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നാം പഠിക്കുകയാണ് സഹോദരങ്ങളെ.
ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട. അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്കൊരു കാര്യം പഠിപ്പിച്ചു എന്ന് സ്വഹീഹായ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ലഭ്യമായാൽ പിന്നെ ഏത് ശൈഖന്മാർ ചെയ്താലും എത്ര വലിയ ഉലമാക്കൾ ചെയ്താലും, അതാണ് നാം ഇവിടെ കേട്ടത്, പ്രവാചകരുടെ ഒരു കൽപ്പനക്കെതിരായിട്ട് ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്താൽ പോലും, അത് കണ്ടാൽ പോലും നാം അത് സ്വീകരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നതാരാ? മഹാന്മാരായ സ്വഹാബാക്കളാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ ആയത്താണ് അവർക്ക് പ്രേരണമാകുന്നത്. കാരണം സത്യവിശ്വാസികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അള്ളാഹുവിനും അന്ത്യദിനത്തിലും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുന്നവർക്കും ഉത്തമമായ മാതൃക വിശ്വാസത്തിൽ, കർമ്മത്തിൽ, ആചാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു അടയാളമാണ് പലരെയും റോൾ മോഡലാക്കുക. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞു, നാട്ടിലെ ഉലമാക്കൾ പറഞ്ഞു, വേണ്ടപ്പെട്ടവർ പറഞ്ഞു, അത് സമീഅനാ വഅതഅനാ എന്നുള്ള ഒരു രീതി സ്വീകരിക്കുക എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകർ ശക്തമായി വിലക്കിയതാണ്. ദീനിൽ അതിര് കവിയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച്, ജൂത ക്രൈസ്തവരുടെ ആ കെടുതികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ശക്തമായ താക്കീത് നൽകുകയാണ്. അവർ സത്യത്തിൽ നിന്നും ബഹുദൂരം പിന്നിലായിപ്പോയി. അവരുടെ വേദഗ്രന്ഥങ്ങൾ കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാതെ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയങ്ങളെ അവർ മതമായി സ്വീകരിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ അഹ്ലി കിതാബുകാരെ, ജൂത ക്രൈസ്തവരെ, ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്, സത്യമല്ലാത്ത ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും പ്രവാചകരിൽ നിന്നും പഠിപ്പിക്കാത്ത ഒരു കാര്യം നിങ്ങൾ മതമായിട്ട് അംഗീകരിക്കരുത്. ഇത് ജൂത ക്രൈസ്തവരോട് അള്ളാഹു പറഞ്ഞതാണ്. മതത്തിൽ അതിര് കവിയുക എന്നുള്ളത് അവർക്ക് ബാധിച്ച ഏറ്റവും വലിയ ഒരു തിന്മയായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ സമുദായവും വളരെ ശ്രദ്ധിക്കണം. ആ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചതുപോലെയുള്ള അതിര് കവിയൽ, പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത, അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കാര്യം ഈ സമൂഹത്തിൽ ഉണ്ടാകരുത്. അത് കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. നോക്കൂ, 3 സ്വഹാബാക്കളുടെ ചരിത്രം അറിയാത്തവരായി കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. പലവരും കേട്ട നമുക്ക് ഹൃദ്യസ്ഥമായ ഒരു സംഭവമാണ്. ഈ വിഷയവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറ്റാത്തത്. 3 സ്വഹാബികൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു, 3 പേരും പ്രസിദ്ധരാണ്. ഒന്ന് ഖലീഫയാണ്, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്, പ്രവാചകരുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു മൽഊനാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ വെച്ചുകൊണ്ട് ആദ്യമായി വഫാത്താകുന്ന ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. വളരെ പ്രസിദ്ധരായ 3 സ്വഹാബികൾ. എങ്ങനെയാണ് പ്രവാചകരുടെ ജീവിതമെന്ന്, ഇബാദത്തുകളെന്ന് മനസ്സിലാക്കുവാൻ പ്രവാചകരുടെ ഭാര്യമാരെ സമീപിച്ചു, ചോദിച്ചറിഞ്ഞു. എന്താണ് പ്രവാചകരുടെ ഇബാദത്ത്? ഭാര്യമാർ പറഞ്ഞു കൊടുത്തു. 3 പേരും ഒരു തീരുമാനമെടുക്കുകയാണ്. ഐന നഹ്നു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നമ്മൾ എവിടെ കിടക്കുകയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ എവിടെ കിടക്കുകയാണ്? എല്ലാ പാപങ്ങളും, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ സ്ഖലിതങ്ങളും പാപങ്ങളും പുറത്തു കൊടുത്ത പ്രവാചകർ ഇങ്ങനെ ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതിൽ ഒരാൾ തീരുമാനിക്കുകയാണ്, ജീവിതത്തിൽ വിവാഹം കഴിക്കാതെ റബ്ബിലേക്ക് ഞാൻ അടുത്തുകൊണ്ടേയിരിക്കും. മറ്റൊരാൾ തീരുമാനിക്കുകയാണ്, രാത്രി ഉറങ്ങാതെ ഇബാദത്തുകളുമായി റബ്ബിങ്കിലേക്ക് അടുക്കും. മറ്റൊരാൾ തീരുമാനിക്കുകയാണ്, എല്ലാ ദിവസവും കൊല്ലത്തിൽ ഞാൻ ഉപവാസം അനുഷ്ഠിക്കും, നോമ്പ് അനുഷ്ഠിക്കും.
ഈ 3 പേരുടെയും പ്രതിജ്ഞ അറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുസന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇപ്രകാരം പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന്, കല്യാണം കഴിക്കാതെ ഇബാദത്തുകൾ ചെയ്യുമെന്ന്, എല്ലാ ദിവസവും നോമ്പ് നോക്കുമെന്ന്. നഅം യാ റസൂലല്ലാഹ്, അമാ വല്ലാഹി, റബ്ബിനെ തന്നെ സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാളും റബ്ബിനെ ഭയപ്പെടുന്നവൻ ഞാനാണ്. വാ തുഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ തഖ്വയുള്ളവർ നിങ്ങളെക്കാളും ഞാനാണ്. ലാകിന്നി അസൂമു വ ഉഫ്തിറു വ ഉസല്ലി വ അർഖദു വ അതസവ്വജു നിസാ, ഞാൻ നോമ്പ് നോക്കുന്നു, നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നു, രാത്രിയിൽ ഇബാദത്തുകളും ചെയ്യുന്നു. ഞാനിതാ കല്യാണം കഴിച്ചുകൊണ്ട് റബ്ബിങ്കിലേക്ക് അടുക്കുന്നു. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, ഫമൻ റഗബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഈ ചര്യ ആര് ഒഴിവാക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ, കൃത്യമാണ് ദീനിന്റെ അടയാളപ്പെടുത്തലുകൾ. രാത്രി ഉറങ്ങാതെയുള്ള ഇബാദത്തുകൾ ദീനിലുള്ളതല്ല. എല്ലാ ദിവസവും നോമ്പ് പിടിക്കുക എന്നുള്ളത് ദീനല്ല. കല്യാണം കഴിക്കാതെ അല്ലാഹുവിങ്കലേക്ക് അടുക്കുക എന്നുള്ളത് മതപരമല്ല എന്ന്, ഈ ചര്യ ആര് ഒഴിവാക്കുന്നുവോ എന്നിൽപ്പെട്ടവനല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബാക്കളെ തെര്യപ്പെടുത്തുകയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വേറെയുമുണ്ട്. എല്ലാ ദിവസവും നോമ്പ് നോറ്റ് റബ്ബിങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അറിഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ആസിം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ശകാരിക്കുന്നത് സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. യാ അബ്ദുല്ലാഹ്, അലം ഉഖ്ബർ അന്നക തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈൽ, നീ രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പ് നോക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അറിവ് ശരിയാണോ? ഞാൻ അറിഞ്ഞു. യാ റസൂലല്ലാഹ്, ശരിയാണ് റസൂലേ. ഫലാ തഫഅൽ, നീ അപ്രകാരം ചെയ്യരുത്. സും വഅഫ്തിർ വഖും വനം, നീ നോമ്പ് നോക്കുക, അത് നോമ്പ് നോക്കാതിരിക്കുക. നീ രാത്രി ഉറങ്ങുക, നീ അതുപോലെ നമസ്കരിക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ഫഇന്ന ലജസദക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തിന് ഒരു ബാധ്യതയുണ്ട്. വഇന്ന ലഅൈനൈക ഹഖ്ഖാ, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ, നിന്റെ പ്രിയതമയോട് നിനക്കൊരു ബാധ്യതയുണ്ട്. വഇന്ന ലിസൗരിക അലൈക ഹഖ്ഖാ, നിന്നെ സന്ദർശിച്ചു വരുന്നവരോടും നിനക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നീ റബ്ബിങ്കിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടുതൽ പുണ്യവാളാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഫമൻ റഗബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും പോലെയുള്ള സ്വഹീഹുകളിൽ ഇടം പിടിച്ച സംഭവങ്ങളാണ് സഹോദരങ്ങളെ. ഇതൊക്കെ ചരിത്രങ്ങളാണ്, ആരാലും മായ്ക്കപ്പെടാതെ മറക്കപ്പെടാതെ ഇന്നും ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വാർത്തകളാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുക ഇസ്ലാമികമല്ല. നോക്കൂ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ എന്തൊക്കെയാണ് കറാമത്തുകളെന്നും പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളും കള്ള വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഈജിപ്തിൽ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ ഒരു മഹാപണ്ഡിത ജീവിച്ചിരുന്നു ചരിത്രത്തിൽ. അവരെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുകയാണ്. അവർ ഒരിക്കലും തന്നെ പ്രായപൂർത്തിയായതിനു ശേഷം അവർ ഉറങ്ങിയിട്ടേയില്ല. അവർ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് അടുത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. നഊദു ബില്ലാഹ്. ഇസ്ലാം പഠിച്ച ഒരാൾ അങ്ങനെ ചെയ്യുമോ സഹോദരങ്ങളെ? സ്വഹാബാക്കളുടെ മാതൃക ഉൾക്കൊണ്ട ആരും അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു മുജദ്ദിദ് എന്നൊക്കെ ചരിത്രം പറയുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പോലും ജനങ്ങൾ വിശ്വസിക്കുകയാണ്, ജനങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നലവേറും ഇശാ തൊഴുതോരൊതുവാലെ 40 സുബ്ഹ് തൊഴുതോവർ. നോക്കൂ സഹോദരങ്ങളെ, സുന്നത്തിൽ നിന്നും വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇത് പുണ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പാരായണം ചെയ്യുകയാണ്.
ഇശാക്കടുത്ത ഒരു ഒളിവ് കൊണ്ട് 40 വർഷം സുബ്ഹ് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവൂലല്ലോ, ഉറങ്ങിയാൽ വുളു മുറിയുമല്ലോ. അപ്പോൾ ഇതൊക്കെ 40 വർഷം ശൈഖ് അവറുകൾ ഇങ്ങനെ ആ ഇശാക്കടുത്ത ഒളിവ് കൊണ്ട് തന്നെ സുബ്ഹ് നമസ്കരിച്ചു എന്ന് പറയുന്നത് സുന്നത്തിനെതിരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഈ ചരിത്രം അറിയുന്ന ശൈഖ് അവറുകൾ ഒരിക്കലും ചെയ്യുകയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം നടത്തിയെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു സ്വഹാബി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എന്ത് ചെയ്യും, 1 മാസത്തിൽ ഞാൻ പൂർണ്ണമായും ഖത്മുൽ ഖുർആൻ, അദ്ദേഹം എത്രയും വേഗം ഖത്മുൽ ഖുർആൻ ഓതി തീർക്കുവാനായിട്ട് നിയ്യത്ത് ചെയ്ത ഒരു മനുഷ്യനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ്, എന്താണ് പറയുന്നത്, നീ അങ്ങനെ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കുകയാണെങ്കിൽ നീ 1 മാസം കൊണ്ട് നീ പൂർത്തിയാക്കുക. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകളാണ് സഹോദരങ്ങളെ. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അതിനേക്കാളും സാധിക്കും റസൂലേ. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, എങ്കിൽ നീ 20 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിക്കുക. ആ സ്വഹാബി പറയുകയാണ്, ഇതിനേക്കാളും എനിക്ക് സാധിക്കും റസൂലേ, എനിക്ക് അതിൻ്റെതായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സ്വഹാബിയോട് പറയുകയാണ്, നീ എങ്കിൽ 10 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിക്കുക. ആ സ്വഹാബി പറയുകയാണ്, എനിക്ക് അതിനേക്കാളും ശരിയായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് സാധ്യമാകും റസൂലേ. അപ്പോഴേക്കും പ്രവാചകർ പറയുകയാണ്, എങ്കിൽ നീ 7 ദിവസം കൊണ്ട് നീ ഖുർആൻ പൂർത്തീകരിച്ചോ, അതിനേക്കാളും നീ വർദ്ധിക്കരുത്. 7 ദിവസം കൊണ്ട് അതിനേക്കാളും നീ വർദ്ധിച്ചുകൊണ്ട് നീ ഖുർആൻ പാരായണം നീ പൂർത്തിയാക്കരുത്. ഇതൊക്കെ ഇബാദത്തുകളിൽ ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ട ചില മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സ്വഹാബികൾ കാണിച്ചു തന്ന നമുക്കുള്ള മാതൃക. ഈ വിഷയത്തിൽ തന്നെ നാം നേരത്തെ പറഞ്ഞ ഈ മുഹയ്യിദ്ദീൻ മാലയിൽ പറയുന്നത് എന്താണ്, 1 കാമൽ നിന്നിട്ട് 1 ഖത്തം തീർത്തോവർ, 1 ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. നഊദു ബില്ലാഹ്. ഇത് ശൈഖ് അവറുകൾ പറഞ്ഞതല്ല, ഇത് പുണ്യമെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇന്ന് വീടുകളിൽ പാരായണം ചെയ്യുകയാണ്. 1 കാലിൽ നിന്നിട്ട് 1 ഖത്തം തീർത്തോവർ, 1 രാത്രി കൊണ്ട്. അദ്ദേഹത്തിന് ഉറക്കം വന്നപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഭിത്തിയിൽ ആണിയടിച്ചുകൊണ്ട് ആ ആണിയിൽ പിടിച്ചുകൊണ്ടാണ് 1 കാലിൽ നിന്നിട്ട് ശൈഖ് അവറുകൾ 1 രാത്രി കൊണ്ട് സുബ്ഹ് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് 1 ഖത്തം തീർത്തു. നഊദു ബില്ലാഹ്. ഇത് പുണ്യമാണോ സഹോദരങ്ങളെ? ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണോ? ഇത് പറയുമ്പോഴേക്കും നമ്മളൊക്കെ ആരായി മാറുന്നു? നമ്മളൊക്കെ പുത്തൻവാദികളാണ്, ശൈഖ് അവറുകളെ കളിയാക്കുകയാണ്, മുഹയ്യിദ്ദീൻ മാലയെ അംഗീകരിക്കാത്തവരാണ്. ഇത് പ്രവാചകരുടെ സുന്നത്തിന് വിരുദ്ധമാണ് ഇക്കാര്യം. നിനക്ക് ഏറ്റവും കൂടുതൽ സാധ്യമാകുമെങ്കിൽ 7 ദിവസം കൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുക, അതിനേക്കാളും നീ വർദ്ധിപ്പിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ച ഈ ഹദീസിനെ ശൈഖ് അവറുകൾ ധിക്കരിക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കുവാൻ ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയ ചില മാലകളും ചില മൗലൂദുകളുമാണ് സമൂഹത്തിൽ പുണ്യമെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര കൃത്യമാണ് ഈ വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കർമ്മം ജീവിതത്തിൽ ചെയ്യുന്നത് കാണുമ്പോഴേക്കും സ്വഹാബാക്കളുടെ ആത്മരോഷത്തെക്കുറിച്ചായിരുന്നു നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു 6ാമതായി ഇസ്ലാം മതം സ്വീകരിച്ച മഹാനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തിനെ കുറിച്ച് പ്രവാചകർ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദിൻ, ഉഹുദ് മലയേക്കാളും ശക്തമായ കനം തൂങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ 2 കാലുകളും. അദ്ദേഹത്തിൻ്റെ ഈമാനിൻ്റെ കരുത്തിനെ കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഹുദ് മലയോളം ഒരു മീസാനിൽ അത് ഭാരം തൂങ്ങുന്നതിനേക്കാളും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കാലുകൾക്ക് കനം തൂങ്ങുമെന്നാണ്. ഈമാനിൻ്റെ ശക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കരുത്തിനെക്കുറിച്ചും പ്രശംസിച്ച മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയുമല്ലോ. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, 2 പേരും പ്രസിദ്ധരായ സ്വഹാബികളാണ്.
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബ്ഹ് നമസ്കാരത്തിന് വരുമ്പോൾ കാണാം, പള്ളിയിൽ ഓരോ ഹിൽഖകൾ കാണുകയാണ്. പള്ളിയിൽ വട്ടം കൂടി ഇരിക്കുന്ന ചില ആൾക്കാരെ കാണുകയാണ്. അവരിതാ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗവർണറായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്നുകൊണ്ട് അബീ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ അബീ മൂസ അശ്അരിയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നീ അവരോടൊന്നും പറയാതെ ഇങ്ങോട്ട് പോയോ? അപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അങ്ങയുടെ കൽപ്പനയ്ക്ക് കാത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഈ ദിക്ർ ഹൽഖയിൽ, അഥവാ ഓരോ ചെറിയ ചെറിയ കല്ലുകൾ വെച്ചുകൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 100 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്ന, അതെപ്പോഴാണ്? നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അവർ ചൊല്ലുന്നത് അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് സ്വഹാബികൾ ചോദിക്കുകയാണ്, അഫലാ അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, നിങ്ങൾ എന്താണിത് ചെയ്യുന്നത്? എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ തിന്മകളെ എണ്ണിക്കൊള്ളുക. നോക്കൂ സഹോദരങ്ങളെ, അവർ നന്മ ചെയ്തു എന്നാണ് അവരുടെ വിചാരം. അബീ മൂസ അശ്അരിയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും അവരോട് പറയുന്ന കാര്യമാണ്, എന്താണ് നിങ്ങൾ തിന്മകളെ എണ്ണിക്കൊള്ളുക. മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, എന്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന ആ ദിക്ർ ഹൽഖയുടെ തലവൻ പറയുകയാണ്, ഹസ്വാ നഅദ്ദു ബിഹി തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മറുപടി, ഫഉദ്ദു സയ്യിആതികും, തിന്മകൾ എണ്ണിക്കൊള്ളുക. വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ സമൂഹമേ, മാ അസ്റാ ഹലകതുകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിലേക്ക് പോയത്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ സ്വഹാബാക്കൾ ജീവിച്ചിരിക്കുകയാണ്. പ്രവാചകർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. പ്രവാചകർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പൊട്ടിയുടഞ്ഞു പോയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ വലാലത്തിന്റെ ഒരു മാർഗം സ്വീകരിക്കുകയാണോ? അതോ നിങ്ങൾ പ്രവാചകർ കാണിച്ചു തരാത്ത ഒരു മികച്ച മാർഗമെന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണോ? അപ്പോഴേക്കും ആ മനുഷ്യർ പറയുകയാണ്, മാ അറദ്നാ ഇല്ലൽ ഖൈർ, നന്മയല്ലാതെ ഞങ്ങൾ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്ര ആൾക്കാരുണ്ട് നന്മകളെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ തിന്മകൾ മാത്രമാണ് അവർക്ക് ലഭ്യമാകുന്നത്. അവരുദ്ദേശിക്കുന്നത് നന്മകളാണ്, പക്ഷെ അവർക്ക് തിന്മ മാത്രമാണ് അവരെ ബാധിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ശക്തമായ താക്കീത് നൽകി അവിടെ നിന്നും ആട്ടി ഓടിച്ചുവെന്ന് പിന്നീട് ചരിത്രത്തിൽ കാണുകയാണ്. അവർ ഖവാരിജുകളുടെ കൂട്ടത്തിൽ സ്വഹാബികൾക്കെതിരെ യുദ്ധം ചെയ്തിരുന്നവരുടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു ബിദ്അത്തിനെതിരെയുള്ള സ്വഹാബാക്കളുടെ ശക്തമായ ആ ഒരു ആത്മരോഷമാണ് ഈ സംഭവങ്ങളിൽ നിന്നും നാം കാണുന്നത്. എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്. എത്രയോ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് പ്രവാചകരുടെ ഇബാദത്തുകളെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകരെ സ്നേഹിക്കുക എന്നുള്ളത് ബിദ്അത്തിൽ നിന്നും ഒഴിവാകുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് കാണിച്ചു തന്ന എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം. ശഫാഅത്ത് പോലും നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുകളാണ് ബിദ്അത്ത് ചെയ്യുന്നവർ. ഹല്ലത ശഫാഅത്തുൽ ഉമ്മത്തി ലാ സ്വാഹിബ് ബിദ്അ, ബിദ്അത്ത് ചെയ്തവർക്ക്, വൻ പാപങ്ങൾ ചെയ്തവർക്ക് പോലും ബിദ്അത്ത് ശഫാഅത്തുണ്ട് എന്ന ഹദീസുകളിൽ കാണാം. പക്ഷെ ബിദ്അത്തുകൾ ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് പോലും ലഭിക്കുകയില്ല. അവരുടെ കർമ്മങ്ങൾ പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു തആല ലിസ്വാഹിബിഹി ബിദ്അത്തിൻ സൗമൻ വലാ ഹജ്ജൻ വലാ ഉംറതൻ വലാ ജിഹാദൻ. കാര്യം ഗൗരവമാണ് സഹോദരങ്ങളെ. ബിദ്അത്തുകൾ ചെയ്യുന്നവരുടെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ജിഹാദ് സ്വീകരിക്കുകയില്ല എന്ന് ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ്. ഇന്നല്ലാഹ ഹജബ തൗബ, തൗബ പോലും തടയപ്പെടുമെന്നാണ്. അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ,
ബിദ്അത്തുകൾ ചെയ്യുന്നവരുടെ തൗബ പോലും അല്ലാഹു തആല തടയുമെന്നാണ്. ഹത്താ യദഉ ബിദ്അതഹു, ആ ബിദ്അത്തുകൾ ഒഴിവാക്കുന്നത് വരെ. അതുകൊണ്ട് ഗൗരവമാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ചെയ്തു തന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ബിദ്അത്തുകൾ ഒരുപക്ഷെ നമസ്കാരത്തിൻ്റെ രൂപത്തിൽ വരും, നോമ്പിൻ്റെ രൂപത്തിൽ വരും, റിക്റിൻ്റെ രൂപത്തിൽ വരും, ചിലപ്പോൾ അമലു സ്വാലിഹാത്തുകളുടെ രൂപത്തിൽ വരും. അള്ളാഹു പഠിപ്പിച്ചതാണോ പ്രവാചകർ പഠിപ്പിച്ചതാണോ എന്നുള്ള നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുവാൻ അത് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്നതാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.